Hello dear students, welcome back. So, ഈ വീഡിയോയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ സെക്ഷൻ ബി പ്രാക്ടീസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 232 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 233 ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ സിനാരിയോ ഒക്കെ ഒന്ന് നിങ്ങൾ സ്വയം വായിച്ച് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് സിനാരിയോയിലേക്ക് കടക്കാം. ജീപ്സ് കമ്പനി, അതാണ് നമ്മുടെ കമ്പനി നെയിം, is concerned about its cash position and has taken to delaying payments to some suppliers in order to ease that problem. അവരുടെ ക്യാഷ് പൊസിഷൻ ഷോർട്ട് ടേമിലേക്ക് ക്യാഷിന്റെ ഷോർട്ടേജ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഷോർട്ട് ടേമിലേക്ക് ക്യാഷിന്റെ റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് അവർ ഫണ്ട് ഷോർട്ട് ടേമിലേക്ക് റേസ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരുപാട് ഫൈനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെന്റ് ഡിലേ ചെയ്യുക എന്നുള്ളത്. ഇത് ട്രേഡ് പേയബിൾസ് അവൈൽ ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, each month the purchase ledger department splits the total value of invoice. Each month, ഓരോ മാസത്തെ കണക്കാണ് കേട്ടോ പറയുന്നത്. ഓരോ മാസവും നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ മാസവും എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നോ, സപ്ലയർ അടുത്ത് എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ടോട്ടൽ പർച്ചേസസ് ഇൻവോയ്സ് ഇല്ലേ, ആ ടോട്ടൽ പർച്ചേസ് ഒറ്റ കാറ്റഗറി അല്ല, 3 കാറ്റഗറി ആക്കി മാറ്റുന്നുണ്ട്. അതായത് സപ്ലയർ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ പർച്ചേസസ് 3 കാറ്റഗറി ആക്കി മാറ്റുന്നുണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 കാറ്റഗറി. അതായത് ആ ഓരോ 3 കാറ്റഗറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സപ്ലയേഴ്സിനും എല്ലാ സപ്ലൈസും നമുക്ക് തരുന്നത് ഒരേ ഒരു ക്രെഡിറ്റ് പീരീഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇത് ഒരുപോലെ ആയിരിക്കില്ല അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് ക്രെഡിറ്റ് പീരീഡ് അവൈൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഓരോ മാസത്തെ പർച്ചേസും 3 രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി എ എന്ന് പറയുന്നത് ആ പർച്ചേസസ് കാറ്റഗറി എയുടെ ഒരു മാസത്തെ കേട്ടോ, ഓരോ മാസത്തെ വാല്യൂ ആണ്. ഒരു മാസത്തെ വാല്യൂ കാറ്റഗറി എ പർച്ചേസ് എത്രയാണ് വരുന്നത്, ഒരു 2 മില്യൺ പർച്ചേസ് വരുന്നുണ്ട്. അത് ഏർജന്റ് ആണ്. അതൊരു 30 ഡേയ്സിൽ സെറ്റിൽ ചെയ്യണം. 30 ഡേയ്സ് ആണ് ഏതിന് കിട്ടുന്നത്, കാറ്റഗറി എ കിട്ടുന്നത്. കാറ്റഗറി എ ഓഫ് ഇൻവോയ്സസിന് നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്, 30 ഡേയ്സ്. 30 ഡേയ്സ് നമുക്ക് പേയബിൾ ഡേയ്സ് കിട്ടും. കാറ്റഗറി ബി ആണെങ്കിലോ അതിന് 3 മില്യൺ വരുന്നുണ്ട് ഇൻവോയ്സിന്റെ വാല്യൂ ടോട്ടൽ ഒരു മാസത്തേക്ക്. അത് 60 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. കാറ്റഗറി സി എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് 4 മില്യൺ ഉണ്ട്. അതൊരു ലീസ്റ്റ് അർജന്റ് ആണ്. അതിന് നമുക്ക് 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് കിട്ടും. 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് കിട്ടും. സെവറൽ സപ്ലയേഴ്സ് ഹാവ് റിയാക്ടഡ് ടു ദിസ് ബൈ ഓഫറിംഗ്, അതായത് നമ്മൾ ഇത്രയും ക്രെഡിറ്റ് പീരീഡ് അവർ തരുന്നുണ്ട്, ആ ഒരു പീരീഡ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പല കസ്റ്റമേഴ്സും ഒരു 2% ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് കസ്റ്റമേഴ്സും എന്താണ് 2% ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഇഫ് ദ അക്കൗണ്ട്സ് ആർ സെറ്റിൽഡ് വിത്തിൻ 15 ഡേയ്സ്. അപ്പൊ നമുക്ക് ഈ 3 കാറ്റഗറി ഓഫ് ഇൻവോയ്സിനും പറഞ്ഞ ഡേയ്സ് നമുക്ക് പേയബിൾസ് ആയിട്ട് എടുക്കാം. എന്നാലും സപ്ലയർ ഇങ്ങോട്ടേക്ക് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, ഒരു 2% ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഏർലി സെറ്റിൽ ചെയ്യുന്ന സമയത്ത്. ദാറ്റ് ഏർലി സെറ്റിൽമെന്റ് പീരീഡ് ഇസ് 15 ഡേയ്സ്. 15 ഡേയ്സിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ ആ നോർമൽ ക്രെഡിറ്റ് പീരീഡ് അല്ലേ, ഇപ്പൊ പറഞ്ഞ നോർമൽ ക്രെഡിറ്റ് പീരീഡ് പേയബിൾസിന് അവൈൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോസ്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്നത് ഒരു കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പേയബിൾസ് അവൈൽ ചെയ്യുന്ന സമയത്ത് സപ്ലയർ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്നത് നമുക്കൊരു കോസ്റ്റ് ആണ്, നമുക്കറിയാം. ജീപ്പ് കമ്പനി is currently considering whether or not to accept this. ഈ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, കമ്പനി കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ റിക്വയർമെന്റ് ഉണ്ടാകും. അനദർ സപ്ലയർ ഹു ജീപ്സ് കമ്പനി നൗ വെയിറ്റ്സ് 90 ഡേയ്സ്. ഒരു പെർട്ടിക്കുലർ സപ്ലയറിനെ കുറിച്ച് പറയാട്ടോ. അതായത് ആ സപ്ലയറിന് നമ്മളിപ്പോൾ 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് ആണ് അയാളുടെ അടുത്ത് നിന്ന് അവൈൽ ചെയ്യുന്നത്. അപ്പൊ അയാൾ നമ്മളെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ലീഗൽ ആക്ഷൻ ബേസ് ചെയ്തിട്ട് ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പെർട്ടിക്കുലർ കസ്റ്റമറിനെ, ഒരു സപ്ലയറിനെ കുറിച്ചാണ് പറയുന്നത്. ആ സപ്ലയറിന് നമ്മളിപ്പോൾ 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു ലീഗൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. എന്തിനാ, ഒരു 300,000 ഒരു 3 ലാക്ക് നമ്മൾ അയാൾക്ക് കൊടുക്കാനുണ്ട്.
അതിന്റെ മുകളിൽ ലീഗൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സപ്ലയർ ആയിട്ടൊരു ആ ലീഗൽ കേസ് അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീപ്പ് കമ്പനി ഫീൽസ് ദാറ്റ് സം സോർട്ട് ഓഫ് കോംപ്രമൈസ് മൈറ്റ് ബി നീഡഡ്. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സപ്ലയർ ഇല്ലേ, 3 ലക്ഷം നമ്മൾ കൊടുക്കാനുള്ള അയാളായിട്ടുള്ള ലീഗൽ ആക്ഷൻ, അപ്പൊ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ റിക്വയർമെന്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സിനാരിയോയിൽ അതിനെക്കുറിച്ച് ഇത്രയാണ് പറയുന്നത്. പിന്നെ ജീപ്പ് കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 12%. അപ്പൊ ഫൈനാൻസ് കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൈനാൻസ് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ കോസ്റ്റ് 12% ആണ്. ഓക്കെ, അസ്യൂം ദർ ആർ 30 days ഇൻ എ മന്ത്. ഒരു മാസം 30 days പർച്ചേസസ് ഒക്കെ ഒരു 360 days ഇയർ ഈവൻലി ആണ് അക്വയർ ചെയ്യുന്നത്. ഒരു വർഷത്തെ പർച്ചേസ് നമ്മൾ ഈവൻലി ആണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. 360 days അസംഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ സിനാരിയോയിലുള്ളത്. ഇനി ഇത് വായിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമുക്ക് ഓരോ റിക്വയർമെന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് റിക്വയർമെന്റ്, ജീപ്പ് കമ്പനി ഈസ് കൺസിഡറിങ് അഡ്വാൻറ്റേജ് ഓഫ് ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഫ്രം ദോസ്. അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഓഫർ ചെയ്ത 2% ഡിസ്കൗണ്ട് ഇല്ലേ, 2% ഡിസ്കൗണ്ട് സെറ്റിൽമെന്റ് വിത്തിൻ 15 days, അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 15 days സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2% ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ആ ഡിസ്കൗണ്ടിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അതിന്റെ എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ കറന്റ് സപ്ലൈസിന്റെ അടുത്ത് എടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് ഒന്നല്ല, 3 കാറ്റഗറി ഉണ്ട്. 30 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, 60 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, 90 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമ്മളോട് എന്താണ് ഫസ്റ്റ് കേസ് ഉണ്ടല്ലോ, ഏത് 60 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന കേസിൽ ഈ ഡിസ്കൗണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 60 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ടിന് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ സെക്കൻഡ് 90 days ക്രെഡിറ്റ് പീരീഡ് എടുക്കുന്ന സമയത്തും ഈ ഡിസ്കൗണ്ടിന് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഫ്രം വിച്ച് പേയബിൾസ്, ഏത് കാറ്റഗറി ഓഫ് പേയബിൾസിലാണ്. അതായത് 60 days പേയബിൾ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, 90 days പേയബിൾസ് എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് എന്താണ് സപ്ലയർ 2% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷനിൽ മാത്രം ചെയ്താൽ മതിയോ, അതോ രണ്ടിലും നമ്മൾ ആ ഡിസ്കൗണ്ട് ആണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പേയബിൾസ് മാനേജ്മെന്റ് പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ സെക്കൻഡറി ഡിസിഷനാണ്. നമ്മൾ അവിടെ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഒരു സൈഡിൽ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് എത്രയാ, ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് അല്ല, ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഫൈനാൻസ്, നമ്മുടെ പേയബിൾസ് ഉണ്ട്, പിന്നെ വേറെ സോഴ്സ് ഓഫ് ഫൈനാൻസ് ഇല്ലേ. അപ്പൊ മെയിൻലി നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയാ. അതിന്റെ പെർസെൻറ്റേജ് എത്രയാ, 12%. ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് എന്തായാലും നമ്മൾ പേയബിൾസിൽ നിന്ന് ഫണ്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പേയബിൾസ് ത്രൂ അവൈൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ നീഡ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കേണ്ടി വരും, നമ്മുടെ ബാക്കി സോഴ്സസ് നിന്ന് എടുക്കേണ്ടി വരും. ബാക്കി സോഴ്സസ് നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാ, 12%. ഈ 12%ഉം ട്രേഡ് പേയബിൾസും ആണ് കമ്പയർ ചെയ്യേണ്ടത്. 12%ഉം ട്രേഡ് പേയബിൾസും ആണ് കമ്പയർ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ 60 days കേസ്, ട്രേഡ് പേയബിൾസ് 60 days, ട്രേഡ് പേയബിൾസ് 60 days. പിന്നെ അടുത്തത് നെക്സ്റ്റ് കമ്പാരിസൺ ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് സെറ്റ് ഓഫ് കമ്പാരിസണിൽ ഞാൻ നമ്മുടെ ഷോർട്ട് ടേം സോഴ്സ് നമുക്ക് 12% കോസ്റ്റ് വരുന്നത്, ട്രേഡ് പേയബിൾസ് നമ്മൾ വേറെ രീതിയിൽ അവൈൽ ചെയ്യുന്നുണ്ട്, 90 days പേയബിൾസ് അവൈൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും നോക്കും. ഓവർ ഡ്രാഫ്റ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി സോഴ്സ് ഓഫ് ഫൈനാൻസിന്റെ കോസ്റ്റ് 12% ആണ്. ആ ട്രേഡ് പേയബിൾസ് അവൈൽ ചെയ്യുന്നുണ്ടല്ലോ, ഈ 60 days ട്രേഡ് പേയബിൾസ് അവൈൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് കോസ്റ്റ്? ഡിസ്കൗണ്ട് റിഫ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ആനുവൽ പെർസെൻറ്റേജ് ആക്കി മാറ്റണം. എങ്ങനെ ആക്കും? ഇവിടെ നമുക്ക് നോർമൽ ക്രെഡിറ്റ് പീരീഡ് എന്ത് നോക്കാം. ട്രേഡ് പേയബിൾസ് നമുക്ക് നോർമലി തരുന്ന പീരീഡ് എത്രയാ, 60 days. ഇനി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് 15 days സെറ്റിൽ ചെയ്യുമ്പോഴാണ്. 15 days സെറ്റിൽ ചെയ്യുമ്പോഴാണ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. എത്രയാ ഡിസ്കൗണ്ട്? 2% ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യണം, ആനുവൽ റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ദിവസം മുന്നെയാണ് ആ പൈസ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്, എത്ര ദിവസം മുന്നെയാണ് ആ സപ്ലയർക്ക് പൈസ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. എത്ര ദിവസം മുന്നെയാണ്? 60 days 45 days കുറച്ച് കഴിഞ്ഞാൽ എത്രയാ,
60 ഡേയ്സിൽ നിന്ന് 15 ഡേയ്സ് കുറച്ച് കഴിഞ്ഞാൽ 45 ഡേയ്സ് ആണ് വരുന്നത്. 45 ഡേയ്സ് ആണ്. ഇതിനെങ്ങനെ ആനുവൽ റേറ്റ് ആക്കുക? ആനുവൽ റേറ്റ് ആക്കുന്നത് നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം. 1 ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട്. ഒരു 100 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കുമ്പോൾ 2% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. റിമൈനിങ് കിട്ടുന്ന എത്രയാ? 98 ഹോൾ റേസ് ടു 360 ആണ് നമ്മളോട് അസംഷൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷം 360 ഡേയ്സ് എടുക്കാനാണ്. അപ്പൊ 360 ഡിവൈഡഡ് ബൈ 45 ഡേയ്സ് അല്ലെ? 45 ഡേയ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 45 ഡേയ്സിന്റെ കോസ്റ്റ് ആണ്. 45 ഡേയ്സിന്റെ കോസ്റ്റ് ആണ് 2/98. അതിനെ നമ്മൾ ആനുവൽ റേറ്റ് ആക്കി മാറ്റുകയാണ്, EAR ആക്കി മാറ്റുകയാണ്. എന്തിനാണ്? ഈ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ -1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും? ഇത് ചെയ്യുന്ന സമയത്ത് 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 98 റേസ് ടു 360 ഡിവൈഡഡ് ബൈ 45 -1 എത്ര വരുന്നത്? 17.54% ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഈ സിറ്റുവേഷനിൽ, ഫസ്റ്റ് സിറ്റുവേഷനിൽ, അതായത് 60 ഡേയ്സ് പേയബിൾ എടുക്കുന്ന സിറ്റുവേഷൻ ഇല്ലേ, ആ 60 ഡേയ്സ് പേയബിൾ എടുക്കുന്ന സിറ്റുവേഷനിൽ ആ ട്രേഡ് പേയബിൾസിന്റെ കോസ്റ്റ് ആണ് എത്ര? 17.54%. ഓക്കെ, അപ്പൊ രണ്ട് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ്, പേയബിൾസ്. ഇവിടെ ഓവർ ഡ്രാഫ്റ്റിന്റെ കോസ്റ്റ് 12%, ട്രേഡ് പേയബിൾസിന്റെ കോസ്റ്റ് എത്രയാ? 17.54%. ഏതാണ് നമുക്ക് ലാഭം? ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട് റിക്വയർമെന്റിന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആനുവൽ കോസ്റ്റ് വരുന്നത് 12%. ട്രേഡ് പേയബിൾസ് എടുക്കുമ്പോൾ നമുക്ക് ആനുവൽ കോസ്റ്റ് വരുന്നത് 17.54%. ഏതാണ് നമുക്ക് ലാഭം? ഓവർ ഡ്രാഫ്റ്റ് ആണ് ലാഭം. ട്രേഡ് പേയബിൾസ് എടുക്കണ്ട. അതായത് ട്രേഡ് പേയബിൾസ് ഇസ് നോട്ട് ബെനിഫിഷ്യൽ. ട്രേഡ് പേയബിൾസ് ബെനിഫിഷ്യൽ അല്ല. അതായത് ഈ കേസിൽ നമ്മൾ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്തിട്ട് പേയബിൾസ് എടുക്കരുത്, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നായിരിക്കും നമ്മുടെ ഡിസിഷൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം. 60 ഡേയ്സ് പേയബിൾ അവൈൽ ചെയ്യുന്ന ഒരു സിനാരിയോ ഇല്ലേ, ആ സിനാരിയോയില് നമ്മൾ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫൈനാൻസ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യരുത്, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം. 60 ഡേയ്സിന്റെ കേസിൽ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഇതേ കാര്യം നമുക്ക് എവിടെയും ചെയ്യാനുണ്ട്? 90 ഡേയ്സിന്റെ കേസിൽ ചെയ്യാനുണ്ട്. 90 ഡേയ്സിന്റെ കേസിൽ ഇതേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 90 ഡേയ്സിൽ നോർമൽ ക്രെഡിറ്റ് പീരീഡ് 90 ഡേയ്സ് ആണ്. അവിടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് 15 ഡേയ്സിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് 2% ഡിസ്കൗണ്ട് കിട്ടും. എത്ര ദിവസം മുന്നെയാണ് പൈസ കിട്ടുന്നത്? 90 - 15 ദാറ്റ് ഈസ് 75 ഡേയ്സ് ആണ് ഏർലിയർ ക്യാഷ് കിട്ടുന്നത്. അപ്പൊ 75 ഡേയ്സിന്റെ ആ ഒരു ഡിസ്കൗണ്ട് കോസ്റ്റിനെ ആനുവൽ റേറ്റ് ആക്കുവാണ്. ഇങ്ങനെയാണ് ചെയ്യുക. 1 പ്ലസ് സെയിം ഡിസ്കൗണ്ട് അല്ലേ, 2 ഡിവൈഡ് ബൈ 98 ഹോൾ റേസ് ടു 360 ഡിവൈഡ് ബൈ 75 -1. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 1 പ്ലസ് ബ്രാക്കറ്റ് 2 ഡിവൈഡഡ് ബൈ 98 റേസ് ടു 360 ഡിവൈഡഡ് ബൈ 75 -1 എത്ര വരും? നമുക്ക് കോസ്റ്റ് വരുന്നത് 10.18% ആണ്. ദാറ്റ് മീൻസ് ഈ 90 ഡേയ്സ് പേയബിൾസ് അവൈൽ ചെയ്യുന്ന സമയത്ത്, 90 ദിവസത്തിലേക്കുള്ള പേയബിൾസ് അവൈൽ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്ന ആനുവൽ കോസ്റ്റ് എത്ര വരുന്നുള്ളൂ? 10.18% വരുന്നുള്ളൂ. അവിടെ നമ്മൾ ഈ നമ്മുടെ നോർമൽ സോഴ്സ് ഓഫ് ഫൈനാൻസും ഈ ട്രേഡ് പേയബിൾസും ഈ ഒരു 90 ഡേയ്സ് പേയബിൾസ് ഉണ്ടല്ലോ, അതും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് നമുക്ക് ലാഭം? പേയബിൾസ് ആണ് ലാഭം, ഓവർ ഡ്രാഫ്റ്റ് അല്ല ലാഭം. അതായത് ട്രേഡ് പേയബിൾസ് ഇസ് ബെനിഫിഷ്യൽ. ട്രേഡ് പേയബിൾസ് ബെനിഫിഷ്യൽ ആണ്. ദാറ്റ് മീൻസ് പേയബിൾസ് അവൈൽ ചെയ്യുന്നതാണ് നമുക്ക് ലാഭം. അപ്പോൾ പേയബിൾസ് അവൈൽ ചെയ്യാന്ന് പറയുമ്പോൾ 90 ഡേയ്സിന് പേയബിൾസ്, 90 ഡേയ്സിലേക്ക് സപ്ലയറിന്റെ പേയ്മെന്റ് ഡിലേ ചെയ്യുന്നതാണ് നമുക്ക് ലാഭം. ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12% ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവായതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഡിസ്കൗണ്ട് നമ്മൾ എന്താണ്? നോട്ട് അക്സെപ്റ്റ്. ഡിസ്കൗണ്ട് നോട്ട് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് നോക്കുന്ന സമയത്ത് ഫ്രം വിച്ച് പേയബിൾസ്, ഏത് പേയബിൾസ് നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട്, ഈ 2% ഡിസ്കൗണ്ട് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. ഏതെന്നാണ്? 60 ഡേയ്സിൽ നിന്നും. നമ്മുടെ കൺക്ലൂഷൻ എന്താ? 60 ഡേയ്സിന്റെ ക്രെഡിറ്റ് പീരീഡ് അല്ലേ, അവിടെ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നും ഇവിടെ ഡിസ്കൗണ്ട് റിജക്ട് ചെയ്യണമെന്നാണ്.
അപ്പൊ എവിടെ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് എടുക്കേണ്ടത്? ആ 2% ക്യാഷ് ഡിസ്കൗണ്ട് എടുക്കേണ്ടത് ഓപ്ഷൻ 1-ൽ നിന്നും മാത്രമാണ്. ഇത് ഫസ്റ്റ് പേയബിൾസ് നിന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കൗണ്ട് എടുക്കേണ്ടത്. മറ്റിടത്ത് നമ്മൾ ആ ഡിസ്കൗണ്ട് എടുക്കണ്ട. കാരണം നമുക്ക് ആ പേയബിൾസ് അവൈൽ ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓഫ് ഫൈനാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ്. ഓക്കെ, പേയബിൾസിന്റെ സപ്ലയർ പേയബിൾസ് ഓഫർ ചെയ്യുന്ന സമയത്ത് ആ പേയബിൾസ് എടുക്കണോ അതോ പേയബിൾസ് എടുക്കാതെ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡിസിഷൻ റൂള് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യാറ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇൻ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് ഒന്ന് വീണ്ടും കണ്ടാൽ മതി. ബി പറയുന്നത് വാട്ട് ഈസ് ജീപ്പ് കമ്പനീസ് അക്കൗണ്ട്സ് പേയബിൾ പേയ്മെന്റ് പീരിയഡ്. പേയബിൾ പേയ്മെന്റ് പീരിയഡ് എന്താണെന്നാണ് ചോദിക്കുന്നത് നിയറസ്റ്റ് ഡേയിലേക്ക്. ഓക്കെ, പേയബിൾസിന്റെ പേയ്മെന്റ് പീരിയഡ് എന്താണ്? ഈ പേയബിൾസിന്റെ പേയ്മെന്റ് പീരിയഡ്, പേയബിൾ ഡേയ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പേയബിൾസ് ഒരു വർഷത്തേക്കാണ് കേട്ടോ. ഒരു വർഷത്തെ പേയബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസസ് ഇൻറ്റു 360 ഡേയ്സ് അല്ലേ? യെസ്. ഒരു വർഷത്തെ പേയബിൾസ് നമുക്ക് കിട്ടണം. ഒരു വർഷത്തെ പേയബിൾസ് നമുക്ക് കിട്ടണം. ഒരു വർഷത്തെ പേയബിൾസ് ഇവിടെ തന്നിട്ടുണ്ടോ? അല്ലെ, ഒരു വർഷത്തെ പേയബിൾസ് അല്ല, ഒരു വർഷത്തെ പേയബിൾസ്. ഒരു വർഷത്തെ പേയബിൾസ് കിട്ടണം. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? പേയബിൾസിന്റെ ഒരു ബാലൻസ് വന്നിട്ടില്ല. മന്ത്ലി പർച്ചേസ് വന്നിട്ടുണ്ട്. ഇതൊരു മാസത്തെ പർച്ചേസ്. എ കാറ്റഗറിയിൽ ഒരു മാസത്തെ പർച്ചേസ്, ബി കാറ്റഗറിയിൽ ഒരു മാസത്തെ പർച്ചേസ്, സി കാറ്റഗറിയിൽ ഒരു മാസത്തെ പർച്ചേസ്. ഇതിനൊക്കെ ആനുവൽ പർച്ചേസ് എങ്ങനെയാക്കുക? ഇൻറ്റു 12 ചെയ്യുക അല്ലെ? ഇൻറ്റു 12 ചെയ്യുക. അപ്പൊ ആനുവൽ പർച്ചേസ് നമുക്ക് കിട്ടും. എന്താണ് കിട്ടുക? ആനുവൽ പർച്ചേസ് ആണ്, പേയബിൾസ് അല്ല. ആനുവൽ പർച്ചേസ് കിട്ടും. എത്രയാ വരുന്നത്? ഞാൻ 2000s എഴുതുന്നത്. 2000 ഇൻറ്റു 12 24,000 വരും. ഇവിടെ 3000 ഇൻറ്റു 12 36,000 വരും. ഇവിടെ 4000 ഇൻറ്റു 12 48,000 വരും. ദാറ്റ് ഈസ് ആനുവൽ പർച്ചേസ്. ഓക്കെ, ഈ ഒരു 24,000 30 ഡേയ്സിലാണ്. ഈ 24,000-ന് 30 ഡേയ്സിന്റെ പേയബിൾ പീരിയഡ് ആണ് കിട്ടുന്നത്. ഈ 36,000-ന് 60 ഡേയ്സിന്റെ പേയബിൾ പീരിയഡ് ആണ് കിട്ടുന്നത്. ഈ 48,000-ന് 90 ഡേയ്സിന്റെ പേയബിൾ പീരിയഡ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പേയബിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 30. ഇത് ഈ 24,000 നമ്മൾ 30 ഡേയ്സ് കൊണ്ടാണ് ആവറേജ് കൊടുക്കുന്നത്. അപ്പൊ 30 ഡേയ്സ് ഡിവൈഡഡ് ബൈ 360. അതാണല്ലോ അവിടുത്തെ ആവറേജ് പേയബിൾ ആയിട്ട് വരുന്നത്. ഒരു വർഷത്തെ പർച്ചേസ്, ഒരു മാസത്തെ പർച്ചേസ് 2000, ഒരു വർഷത്തെ പർച്ചേസ് ആക്കുമ്പോൾ ഇൻറ്റു 12 ചെയ്തിട്ട് 24,000. ആ ഒരു വർഷത്തെ പർച്ചേസ്, ആനുവൽ പർച്ചേസിന് ആ ആനുവൽ പർച്ചേസിൽ പേയബിൾസ് എത്ര നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാകും? ആവറേജ് പേയബിൾസ് കീപ്പ് ചെയ്യുന്നത്, പേയബിൾ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസും അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസും പേയബിൾ ഡേയ്സും കിട്ടിക്കഴിഞ്ഞാൽ പേയബിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ് പർച്ചേസും പേയബിളിന്റെ ഡേയ്സും കിട്ടിക്കഴിഞ്ഞാൽ പേയബിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു ഒരു വർഷത്തെ ടോട്ടൽ പർച്ചേസ് എടുക്കും, ആനുവൽ പർച്ചേസ് എടുക്കും. എന്നിട്ട് 30 ഡേയ്സ് ആണല്ലോ നമ്മൾ ആവറേജ് പേയബിൾ ഡേയ്സ് ആക്കുന്നത്. അപ്പോൾ 30 ഡേയ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡേയ്സ് ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നത്? ഇൻറ്റു 24,000 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 360. ദാറ്റ് ഈസ് 2,000 ആണ് ഇവിടുത്തെ പേയബിൾസ്. ഓക്കെ, ആ കേസിൽ നമ്മൾ കാറ്റഗറി, ഈ 3 കാറ്റഗറിയും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ. അപ്പൊ കാറ്റഗറി എയില് നമ്മൾ ആവറേജ് പേയബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് 2,000 ആണ്. ഇനി കാറ്റഗറി ബിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ 60 ഡേയ്സിന്റെ പേയബിൾസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരും? 60 ഡേയ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 60 ഡേയ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 36,000 ആനുവൽ പർച്ചേസ് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 360. ദാറ്റ് ഈസ് 6,000 വരും. 6,000 വരും. ഇനി 48,000 എന്ന് പറയുന്ന കാറ്റഗറി സി ഓഫ് ആനുവൽ പർച്ചേസിന്റെ പേയബിൾസ്, ആവറേജ് പേയബിൾസ് കണ്ടുപിടിക്കുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 90 ഡിവൈഡഡ് ബൈ 360. ദാറ്റ് ഈസ് ഈക്വൽ ടു 48,000 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 360. 12,000 വരും. എത്രയാ? 12,000 വരും. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട്
ഈ ബ്ലൂ വരുന്നത് പേയബിൾസ്, യെല്ലോ വരുന്നത് പെർച്ചേസ്. അപ്പോൾ ടോട്ടൽ ആനുവൽ പെർച്ചേസ് എത്രയാ? ടോട്ടൽ ആനുവൽ പെർച്ചേസ് എത്രയാ? ഈ കമ്പനിയുടെ ഒരു വർഷത്തെ പെർച്ചേസ് തന്നിട്ടില്ല, ഓരോ മാസത്തെ പെർച്ചേസ് ആയിരുന്നു. 3 കാറ്റഗറിയിൽ ഓരോ മാസത്തെ പെർച്ചേസ് ആണ് തന്നത്. അതിനൊക്കെ ഇൻറ്റു 12 ചെയ്തിട്ട് ഒരു വർഷത്തെ പെർച്ചേസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നത്? 24,000 പ്ലസ് 36,000 പ്ലസ് 48,000 എല്ലാം കൂടെ കൂട്ടിയിട്ട് 1,08,000 ആണ് ഒരു വർഷത്തെ ടോട്ടൽ പെർച്ചേസ് വരുന്നത്. ഇനി ആ ഓരോ സെപ്പറേറ്റ് പെർച്ചേസിനും സെപ്പറേറ്റ് പേയബിൾസിന്റെ പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഓരോ പേയബിൾ പീരീഡ്സ് വെച്ചിട്ട് നമ്മൾ പേയബിൾസും കണ്ടുപിടിച്ചു. അങ്ങനെ ടോട്ടൽ പേയബിൾസ് എത്ര വരുന്നത്? നമ്മളോട് പേയബിൾസിന്റെ പേയ്മെന്റ് പീരീഡ് അല്ല ചോദിച്ചത്. അതുകൊണ്ട് ടോട്ടൽ പേയബിൾസ് എങ്ങനെ വരുന്നത്? ടോട്ടൽ പേയബിൾസ് വരുന്നത് എത്രയാണ്? 2,000 ഫസ്റ്റ് കാറ്റഗറിയുടെ പേയബിൾസ് 2,000, സെക്കൻഡ് കാറ്റഗറിയുടേത് 6,000, തേർഡ് കാറ്റഗറിയുടേത് 12,000, എല്ലാം കൂടെ കൂട്ടിയിട്ട് 20,000. അങ്ങനെ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് പേയബിൾസ് പേയ്മെന്റ് പീരീഡ് കണ്ടുപിടിക്കാം. പേയബിൾസ് പേയ്മെന്റ് പീരിയഡ് ഇസ് ഈക്വൽ ടു പേയബിൾസ് ഡിവൈഡഡ് ബൈ 1,08,000 into 360. 20,000 divided by 1,08,000 into 360. 67 days. ആവറേജ് നമ്മുടെ പേയബിൾസ് പറയുമ്പോൾ 67 ഡേയ്സാ. അതായത് 30 ഡേയ്സിൽ കുറച്ച് പേയബിൾസ് 30 ഡേയ്സിലാണ് കൊടുക്കുന്നത്, ബാക്കി കുറച്ച് പേയബിൾസ് 60 ഡേയ്സിലാണ് കൊടുക്കുന്നത്, ബാക്കി കുറച്ച് പേയബിൾസോ 90 ഡേയ്സിലാണ്. ഇതിൻ്റെ ഒരു ആവറേജ്, ഇതിലെല്ലാം കൂടെ ഒരു വെയ്റ്റഡ് ആവറേജ് പേയബിൾസ് പേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 67 ഡേയ്സ് ആണ്. അപ്പൊ നോർമലി നമ്മുടെ പേയബിൾസിന്റെ പേയ്മെന്റ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയില്ലേ? എങ്ങനെയാ? പേയബിൾസ്, ഒരു വർഷത്തെ നമ്മുടെ പേയബിൾസ് എത്രയാണ്? പേയബിൾസിന്റെ ബാലൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് പേയബിൾസിന്റെ ബാലൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പർച്ചേസ് ഇൻറ്റു 360 ആണല്ലോ. അപ്പൊ ആ ഇക്വേഷനിലേക്ക് നമുക്ക് പേയബിൾസ് വേണം ആൻഡ് ഓൾസോ ടോട്ടൽ പർച്ചേസും വേണം. നോർമലി ക്വസ്റ്റ്യനിൽ പർച്ചേസ് ഒക്കെ ടോട്ടൽ തരാറുണ്ടായിരുന്നു. എന്നിട്ട് ആ പർച്ചേസ് ഒക്കെ നമ്മൾ ഒരു ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേയബിൾസ് ആയിരിക്കും നമുക്ക് കീപ്പ് ചെയ്യാം, ഡയറക്ട്ലി കണ്ടുപിടിക്കണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഓരോ മാസത്തെ പർച്ചേസ് ആണ് തന്നത്. ആ ഓരോ മാസത്തെ പർച്ചേസിനെ ആനുവൽ പർച്ചേസ് ആക്കി. 3 കാറ്റഗറി ഉണ്ടായിരുന്നു. ആ 3 കാറ്റഗറിയിൽ ആനുവൽ പർച്ചേസ് ആക്കിയിട്ട് സം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടും. ഇനി ആ ഓരോ കാറ്റഗറി ഓഫ് പർച്ചേസിനും സെപ്പറേറ്റ് ഡേയ്സ് ആണ്. അപ്പൊ ആ സെപ്പറേറ്റ് ഡേയ്സ് ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആവറേജ് പേയബിൾ ബാലൻസ് കിട്ടി. ആ ഓരോ ആവറേജ് പേയബിൾ ബാലൻസും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ടോട്ടൽ പേയബിൾസ് കിട്ടി. ആ ടോട്ടൽ പേയബിൾസ് ഡിവൈഡ് ബൈ ആ ടോട്ടൽ പർച്ചേസ് ഇൻറ്റു 360 ചെയ്യുമ്പോൾ നമുക്ക് പേയബിൾസിന്റെ പേയ്മെന്റ് പീരീഡ് കിട്ടും 67 ഡേയ്സ്. ഇത് ഓൾട്ടർനേറ്റീവ്ലി, ഇതൊരു രീതി, നോർമൽ നമ്മുടെ ഇക്വേഷൻ രീതി. ഓൾട്ടർനേറ്റീവ്ലി വേറൊരു രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിക്കോ. നമ്മുടെ ഇപ്പോഴത്തെ പേയബിൾ ഡേയ്സ് എത്രയാ? ക്വസ്റ്റ്യനിൽ നമുക്ക് പേയബിൾസിന്റെ പീരീഡ് തന്നിട്ടുണ്ട്. എങ്ങനെയാ? കാറ്റഗറി എ ഓഫ് പർച്ചേസിന് 30 ഡേയ്സിലാണ്. എ ഓഫ് പർച്ചേസസ് ഓഫ് കാറ്റഗറി എ 30 ഡേയ്സിലാണ് സെറ്റിൽ ചെയ്യുന്നത്. കാറ്റഗറി ബി 60 ഡേയ്സിലാണ് സെറ്റിൽ ചെയ്യുന്നത്. കാറ്റഗറി സി 90 ഡേയ്സിലാണ് സെറ്റിൽ ചെയ്യുന്നത്. നമ്മൾ റിസീവബിൾസിന്റെ കേസിൽ നമുക്ക് റിസീവബിൾ കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ ഇത്ര ഡേയ്സിൽ തരും, ബാക്കി കുറച്ച് ആൾക്കാർ വേറെ ഡേയ്സിൽ തരും എന്ന് പറയുമ്പോൾ എത്ര ശതമാനം ആൾക്കാർ അത്ര തരുന്നു, ആ ഒരു എത്ര ശതമാനം ആൾക്കാർ ആ ഡേയ്സിൽ തരുന്നു എന്നുള്ളത് വെച്ചിട്ട്, ആ പെർസെൻറ്റേജ് വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് എടുത്തിട്ടൊരു ആവറേജ് റിസീവബിൾ ഡേയ്സ് കണ്ടുപിടിക്കാറുണ്ടായിരുന്നു നമ്മൾ ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസിൽ. അതുപോലെ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 ഡേയ്സിൽ എത്ര ആൾക്കാർ തരുന്നുണ്ട്? ഒരു മാസത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ എടുക്കുകയാണ്. ടോട്ടൽ കാറ്റഗറി എ എത്രയുള്ളത്? കാറ്റഗറി എ 2,000, കാറ്റഗറി ബി 3,000, കാറ്റഗറി സി 4,000. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാ? ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് ടോട്ടൽ വരുന്നത് 2,000 പ്ലസ് 3,000 5,000 പ്ലസ് 4,000 9,000 ആണ്. അപ്പൊ നമുക്ക് 9,000ന്റെ പ്രൊപ്പോർഷനേറ്റ് എടുത്തൂടെ? അതായത് കാറ്റഗറി എന്റെ പ്രൊപ്പോർഷൻ എത്ര വരുന്നത്? 2,000 ബൈ 9,000. ഇതോ 3,000 ബൈ 9,000. കാറ്റഗറി സി 4,000 ബൈ 9,000. ഇതിനൊക്കെ ഒരു പ്രൊപ്പോർഷൻ എടുക്കാൻ വേണ്ടി പറ്റും. 2,000 പ്രൊപ്പോർഷൻ എഴുതണ്ട, നമുക്ക് ഡയറക്ട്ലി ചെയ്താൽ മതി. 2,000 ഡിവൈഡ് ബൈ 9,000 എത്രയാ? ഏകദേശം 22.2%. ഇവിടെ വരുന്നത് 3,000 ഡിവൈഡഡ് ബൈ 9,000 വരുന്നത് 33.3%. ബാക്കി 100% ബാക്കിയായിരിക്കും.
4,000 ഡിവൈഡ് ബൈ 9,000 വരുന്നത് 44 ഏകദേശം 5%. 44 ആണെങ്കിലും ഇത് 100ലേക്ക് ചെയ്യുന്ന സമയത്ത് 5% ഇങ്ങനെ വരുന്നത്. അതായത് നമ്മുടെ ഒരു ഒരു മാസത്തെ പെർച്ചേസിന്റെ എ കാറ്റഗറി എത്ര ഉണ്ട്, ബി കാറ്റഗറി എത്ര ഉണ്ട്, സി കാറ്റഗറി എത്ര ഉണ്ട്, ഒരു മാസത്തെ ടോട്ടൽ പെർച്ചേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വർഷത്തിലേക്ക് ആക്കിയാൽ ഇതേ പ്രൊപ്പോർഷൻ തന്നെ ആയിരിക്കും കിട്ടുക. ഒരു മാസത്തെ ടോട്ടൽ പെർച്ചേസ് എന്ന് പറയുന്നത് 2,000, 3,000, 4,000 എല്ലാം കൂടെ കൂട്ടി 9,000 ആണ്. ആ ടോട്ടൽ പെർച്ചേസിൽ നമ്മുടെ ഒരു മാസത്തെ ടോട്ടൽ പെർച്ചേസിൽ എ പ്രൊപ്പോർഷൻ ഓഫ് എ എത്രയാ, പ്രൊപ്പോർഷൻ ഓഫ് ബി എത്രയാ, പ്രൊപ്പോർഷൻ ഓഫ് സി എത്രയാ? എന്റെ പ്രൊപ്പോർഷൻ വരുന്നത് 22% ആണ്. ദാറ്റ് മീൻസ് 22% ഓഫ് പെർച്ചേസ് നമ്മൾ 30 ദിവസം കൊണ്ടാണ് പേ ചെയ്യുന്നത്. 33% 60 ഡേയ്സ് ഉണ്ട്, 44.5% 90 ഡേയ്സ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു ആവറേജ് പേയബിൾ ഡേയ്സ്, ടോട്ടൽ ആവറേജ് പേയബിൾസ് പീരിയഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30 into 22.2% plus 60 days into 33.3% plus 90 days into 44.5%. ഈ രീതിയിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 30 into 22.222 plus 60 days into 0.333 plus 90 days into ഏകദേശം 66.7, അതായത് ഒരു 67 ഡേയ്സ് എന്നുള്ളത് എങ്ങനെയും കിട്ടും. അതായത് നമ്മുടെ നോർമൽ ഇക്വേഷൻ ആയിട്ടുള്ള എന്താണ് പേയബിൾസ് ഡിവൈഡ് ബൈ പെർച്ചേസ് ഇൻറ്റു 360 എന്നുള്ള രീതിയിലും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു മാസത്തെ പെർച്ചേസ് ആണ് തന്നത്, അതിന് ആനുവൽ പെർച്ചേസ് ആക്കി ടോട്ടൽ പെർച്ചേസ് കണ്ടുപിടിക്കണം. ആ പെർച്ചേസിന്റെ സ്പെസിഫിക് പേയബിൾ ഡേയ്സ് തന്നത് വെച്ചിട്ട് പേയബിൾ ബാലൻസ് കണ്ടുപിടിക്കണം. ആ പേയബിൾസിന്റെ ടോട്ടൽ പേയബിൾസ് വെച്ച് പേയബിൾസ് ഡിവൈഡ് ബൈ പെർച്ചേസ് ഇൻറ്റു 360 എന്ന് പറയുന്ന നോർമൽ ഇക്വേഷൻ വെച്ചിട്ട് പേയബിൾസ് പേയ്മെന്റ് പീരീഡ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ പേയബിളിന്റെ പീരീഡ് തന്നിട്ടുണ്ട്, ബട്ട് 3 പീരീഡ് തന്നിട്ടുണ്ട്. 30 ഡേയ്സ് പേയബിൾ പീരീഡ് ഉണ്ട്, 60 ഡേയ്സ് പേയബിൾ പീരീഡ് ഉണ്ട്, 90 ഡേയ്സ് പേയബിൾസ് പീരീഡ് ഉണ്ട്. ഈ 3 ഡേയ്സിന്റെയും ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ ഡേയ്സും എത്ര പ്രപ്പോർഷൻ ആണെന്നുള്ളത് വെച്ചിട്ട് വെയിറ്റഡ് ആവറേജ് എടുത്തിട്ട് കണ്ടുപിടിച്ചാലും സെയിം ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് 2 രീതിയിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് കുറച്ച് സമയമായത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിടണം. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും പാനിക്ഡ് ആവണ്ട. കുറച്ച് ടൈറ്റ് ആണ്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. എക്സാമിന് ഇതൊക്കെ ചോദിച്ചാൽ എന്താണ് എന്നുള്ളത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും. ഇവിടെ ടെൻഷൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളും ഒരുപാട് എക്സ്പോഷർ കിട്ടും. ആ എക്സ്പോഷറിലൂടെ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ നേടിയെടുക്കുക. അങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ശീലമായി. പിന്നെ എക്സാമിന് ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ ഡിസപ്പോയിന്റഡ് ആവാതെ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പുതിയ ടെക്നിക്സുകൾ നമ്മൾ ഇതിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ 67 ഡേയ്സ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഓവർ ട്രേഡിംഗ്? ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തതാണ്, നോട്ട് ആണ് പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ എന്തായിരിക്കും? ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ ആയിരിക്കും. ഒന്ന് മാത്രമായിരിക്കും ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സിന്റെ ലെവൽ കൂടുന്നുള്ളത് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ ആണ്. ഷെയർ ഹോൾഡറിന്റെ ഫണ്ട് കൂടും. ഷെയർ ഹോൾഡറിന്റെ ഫണ്ട് കൂടുന്ന പറഞ്ഞാൽ ഷെയർ ഹോൾഡറിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ കൂടുന്ന, ഇത് ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ അല്ല. ഓവർ ട്രേഡിങ്ങിൽ എന്താ പറയുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ തീരെ യൂസ് ചെയ്യാതെ, തീരെ എടുക്കാതെ, ലോങ് ടേം ഫണ്ട്സ് തീരെ എടുക്കാതെ വലിയ കാര്യങ്ങൾ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴാണ് ഓവർ ട്രേഡിംഗ് ആവുന്നത്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ കൂടും എന്ന് പറയുന്നത് ഓവർ ട്രേഡിങ്ങിന്റെ ഒരു ഫീച്ചറോ ഇൻഡിക്കേറ്ററോ അല്ല. അടുത്ത്, ഇൻക്രീസ് ഇൻ റിസീവബിൾ കളക്ഷൻ പീരിയഡ് ഓവർ ട്രേഡിങ്ങിന്റെ ഇൻഡിക്കേറ്റർ ആണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ റവന്യൂ ഓവർ ട്രേഡിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇവിടെ ഓവർ ട്രേഡിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത് ഓപ്ഷൻ
ബി ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതും ചെറിയ രീതിയിൽ കൺഫ്യൂസിംഗ് ആണ്, അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ. ടു അവോയ്ഡ് കോർട്ട് ആക്ഷൻ, നമ്മുടെ ജീപ്സ് കമ്പനിയുടെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഒരു പെർട്ടിക്കുലർ സപ്ലയർ, അയാൾക്ക് ഒരു 3 ലക്ഷം കൊടുക്കാനുണ്ട്, അയാൾ ഒരു ലീഗൽ കേസ് എടുത്തിട്ടുണ്ട്, കോർട്ടിൽ ഒരു ലീഗൽ കേസ് അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ നമുക്കെതിരെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെന്തോ ഒരു സെറ്റിൽമെന്റ് ചെയ്യണം എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ടു അവോയ്ഡ് ദ കോർട്ട് ആക്ഷൻ, ആ കോർട്ടിന്റെ ആക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീപ്പ് കമ്പനി എന്താണ്, ആ ഒരു സപ്ലയർ, ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആ സപ്ലയറിനോട് ഒരു ഓഫർ പറയാണ്, നിന്റെ പൈസ റീപേ ചെയ്യാം, നിന്റെ പൈസ റീപേ ചെയ്യാം, ബട്ട് 3 ലക്ഷം ഒറ്റ സെറ്റ് ആയിട്ടല്ല, ഒറ്റ തവണയായിട്ടല്ല റീപേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ പറയാണ്. ഇത് 3 ലക്ഷം എന്ന് പറയുന്ന നിന്റെ എമൗണ്ട് ഒരു 5 മാസം കൊണ്ട്, ഒരു 5 മന്ത്സിന്റെ റീപേയ്മെന്റ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ 5 മാസം? ഇപ്പോ ഒരു 75, പിന്നെ 45, 45, 45, 45, 45. ഇത് നോർമലി കൂട്ടുന്ന സമയത്ത് എത്രയായി? ജസ്റ്റ് ഒന്ന് കൂട്ടിയോ, 75 പ്ലസ് 45 പ്ലസ് 45 പ്ലസ് 45 പ്ലസ് 45, 1 2 3 4 5, നന്നായി, പ്ലസ് 45, അതിനെ 300. ഏതാ 3 ലക്ഷം നമ്മൾ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു 5 മന്തില് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. ഒരു 5 മന്ത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തിരിച്ചു തരാനുള്ള ഒരു കാര്യം അയാളോട് സംസാരിക്കുകയാണ്. വെറുതെ ലീഗൽ ആക്ഷൻ, കോർട്ട് പോയിട്ട് ലീഗൽ ആക്ഷനോ കാര്യങ്ങളൊന്നും എടുക്കണ്ട, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങനെ ചെയ്യാനുള്ളത് ആ ഒരു പ്ലാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഹൗ മച്ച് വിൽ ജീപ്പ് കമ്പനി സേവ്, ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് എത്ര സേവിങ്സ് ഉണ്ടാകുന്നതാണ്. എന്തില്? പ്രസന്റ് വാല്യൂസില്. ഓക്കെ, ഈ ക്യാഷ് ഫ്ലോസ് ഒക്കെ എങ്ങനെയാ? ഫ്യൂച്ചർ വാല്യൂസിലല്ലേ. കാരണം ഇന്ന് 75 കൊടുക്കുന്നു, ഇന്ന് 75 കൊടുക്കുമ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ 75 തന്നെ. ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നു, ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന 45ന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ എന്താണ്? അതായിരിക്കും? ഇല്ല. നമ്മൾ ഇതുവരെ പ്രസന്റ് വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂന് പ്രസന്റ് വാല്യൂ ആക്കാനാ, 2 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂന് പ്രസന്റ് വാല്യൂ ആക്കാനാ. ഇത് ഓരോ മാസം കഴിഞ്ഞിട്ട്, ഇവിടുത്തെ പീരീഡ് എന്താ? ഓരോ മാസം, 1 മന്ത് ആണ്. ആ ഓരോ മാസം അപ്പുറത്തേക്ക് വരുന്ന പീരീഡിനെ പ്രസന്റ് വാല്യൂ ആക്കണം ഇവിടെ. അങ്ങനെ ഇതിന്റെയൊക്കെ പ്രസന്റ് വാല്യൂ ആക്കുമ്പോൾ എന്താണ്, ഇന്നത്തെ 75ൻ്റെത് 75 തന്നെ ആയിരിക്കും. ഈ 45 കുറയും, ഈ 45 കുറയും, ഈ 45 കുറയും. ഇതിന്റെയൊക്കെ വാല്യൂ കുറഞ്ഞിട്ട് നമ്മൾ നോർമലി കൂട്ടുന്ന സമയത്ത് 3 ലക്ഷം, ബട്ട് ഇതിന്റെ പ്രസന്റ് വാല്യൂസിൽ സം എടുക്കുന്ന സമയത്ത് 3 ലക്ഷം വരുമോ? ഇല്ല, 3 ലക്ഷം വരില്ല. അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും പ്രസന്റ് വാല്യൂവിൽ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഏതാണ്? പ്രസന്റ് വാല്യൂല് ഇയാൾക്കൊരു റീപേയ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ 5 മാസം കൊണ്ട് റീപേ ചെയ്യാമെന്ന്. ഈ റീപേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂല് നോക്കുന്ന സമയത്ത് എത്രത്തോളം സേവിങ്സ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓരോ മാസം അപ്പുറത്തേക്കുള്ള ഈ പേയ്മെന്റിന്, ഈ ക്യാഷ് ഫ്ലോസിനെ നമുക്ക് പ്രസന്റ് വാല്യൂ ആക്കണം. അപ്പൊ ഇതിനെ പ്രസന്റ് വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യണം. ഡിസ്കൗണ്ട് റേറ്റ് ഏതാ യൂസ് ചെയ്യാം? ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യേണ്ടത് 12% പെർ ആനം ആണ്. ബട്ട് നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള 45,000-നെ എന്താണ് 12% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 1/1.12 എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 12% എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ഫ്ലോനെ, ഫ്യൂച്ചർ വാല്യൂവിനെ ഒരു വർഷത്തെ റേറ്റ് ഡിസ്കൗണ്ട് ചെയ്താൽ കറക്റ്റ് പ്രസന്റ് വാല്യൂ ആവോ? ഇല്ല. അപ്പൊ ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് ആണല്ലോ ഇത്. ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് 12%. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് പെർ മന്തില് ഒരു മാസത്തെ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കണം, ഒരു മാസത്തെ റേറ്റ് ആക്കണം. ഒരു വർഷത്തെ റേറ്റിന് ഇത് ആനുവൽ റേറ്റാ. ഇതെന്താണ്? ഒരു ആനുവൽ റേറ്റ് ആണ്. ഈ ആനുവൽ റേറ്റിനെ എന്ത് റേറ്റ് ആക്കണം? മന്ത്ലി റേറ്റ് ആക്കണം. ഈ ആനുവൽ റേറ്റിന് എന്താക്കണം? മന്ത്ലി റേറ്റ് ആക്കണം. എങ്ങനെയാക്കും? ഈ ആനുവൽ റേറ്റിനെ എങ്ങനെ മന്ത്ലി റേറ്റ് ആക്കും? നമുക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതായിരിക്കും. ആനുവൽ റേറ്റ് 12%. അതിനെ മന്ത്ലി റേറ്റ് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്രയാ? 1% എന്ന് പറയും. 1% പെർ മന്ത് എന്ന് പറയും. ബട്ട് അതല്ല ഇവിടെ വരിക. കാരണം 1% പെർ മന്ത് എന്ന് പറയുമ്പോൾ അതിന്റെ
ഒരു മാസം 1% എന്ന് പറയുമ്പോൾ അതിന്റെ EAR എത്ര വരും? എഫക്റ്റീവ് ആനുവൽ റേറ്റ്. കോമ്പൗണ്ടിങ് വരുന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ കോമ്പൗണ്ട് റേറ്റിൽ നോക്കുന്ന സമയത്ത് 1% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1%ത്തിന്റെ EAR എത്ര വരിക? 1 + 1% റേസ് ടു ഒരു വർഷം സബ് പീരീഡ് ആണല്ലോ. ഒരു സബ് പീരീഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് 1% അതായത് ഒരു മാസം ഇൻട്രസ്റ്റ് റേറ്റ് 1%. അതിന് ആനുവൽ റേറ്റ് ആക്കുകയാണ്. 1 + that 1% റേസ് ടു ഒരു വർഷം എത്ര സബ് പീരീഡ് ഉണ്ട്? 12 - 1 ചെയ്യുന്ന സമയത്ത് നോക്ക് 1.01 റേസ് ടു 12 - 1 എന്ന് ചെയ്യുമ്പോൾ ഏകദേശം 12.68% വരുന്നുണ്ട്. ഒരു വർഷം 12.68% ഡിസ്കൗണ്ട് റേറ്റ് വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ വരണം? അപ്പൊ നമുക്ക് ഈ മന്ത്ലി റേറ്റ് 1% ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു വർഷത്തെ എഫക്റ്റീവ് റേറ്റ് നോക്കുന്ന സമയത്ത് കോമ്പൗണ്ട് റേറ്റ് നോക്കുന്ന സമയത്ത് 12.68 വരുന്നുണ്ട്. നമുക്ക് ഒരു വർഷത്തെ റേറ്റ് 12 വരണം. എങ്ങനെയാണ്? നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നു? ഒരു സബ് പീരിയഡിലെ റേറ്റ്, ആ സബ് പീരിയഡിലെ റേറ്റിൽ നിന്നും EAR ആയിരുന്നു കണ്ടുപിടിച്ചത്. സബ് പീരിയഡിലെ റേറ്റ് 6 ആണെങ്കിൽ EAR എന്താണ്? 1 + R റേസ് ടു n - 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ EAR ആണ് തന്നിട്ടുള്ളത്, എഫക്റ്റീവ് ആനുവൽ റേറ്റ്. ഒരു വർഷത്തെ റേറ്റ് എന്താവണം? ഒരു വർഷത്തെ റേറ്റ് 12% ആവണം. അങ്ങനെയാണെങ്കിൽ 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? EAR ആണ് തന്നിട്ടുള്ളത്. എഫക്റ്റീവ് ആനുവൽ റേറ്റ്, ഒരു വർഷത്തെ ആനുവൽ റേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? ഒരു സബ് പീരിയഡിലെ റേറ്റ് തന്നു കഴിഞ്ഞാൽ ആനുവൽ റേറ്റ് ആക്കുന്നത് നമ്മൾ ചെയ്ത കാര്യമാണ്. ഇവിടെ ആനുവൽ റേറ്റ്, ഒരു വർഷത്തെ റേറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു വർഷത്തെ റേറ്റിൽ നിന്ന് ഒരു മാസത്തെ റേറ്റ് കണ്ടുപിടിക്കണം. അതായത് ഒരു സബ് പീരിയഡിലെ റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ n എന്താണ്? ഇവിടുത്തെ സബ് പീരിയഡ് എന്ന് പറയുന്നത് മന്ത് ആണ്. ഇവിടുത്തെ സബ് പീരിയഡ് എന്ന് പറയുന്നത് മന്ത് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മന്ത് ഇൻ 1 ഇയർ എത്രയാ? 12 ആണ്. ഇവിടുത്തെ n 12 ആണ്. അപ്പൊ നമ്മൾ EAR എത്രയാ? 12%. ഈ 12% is equal to EARന്റെ ഇക്വേഷൻ എന്താ? 1 + R റേസ് ടു n - 1 ആണ്. അതിൽ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ 0.12 is equal to, നോക്കിക്കോളൂ കേട്ടോ, R കണ്ടുപിടിക്കുന്നുണ്ടോ? 0.12 is equal to 1 + R. R ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സബ് പീരിയഡിലെ റേറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. n എത്രയാ? 12 - 1. ഇതിൽ -1 ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +1 ആയി. അപ്പോൾ 1 + ഈ ഒരു 0.12 വരുമ്പോൾ 1.12 ആയി, ഈക്വൽ ടു 1 + R റേസ് ടു 12. ഈ എക്സ്പൊണൻഷ്യലിലുള്ള 12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ എക്സ്പൊണൻഷ്യലിലുള്ള 12നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. എക്സ്പൊണൻഷ്യലിലുള്ള ഒരു ഐറ്റം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, ഒരു സൈഡിൽ നിന്നും എക്സ്പൊണൻഷ്യലുള്ള ഐറ്റം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ടാ പോവുക. എന്തായിട്ടാ പോവുക? റെസിപ്രോക്കൽ ആയിട്ടാ പോവുക. ഇങ്ങനെ ആയിരിക്കും വരിക. 1.12 അവിടെ റേസ് ടു എന്താ? ഇപ്പുറത്തെ സൈഡിൽ റേസ് ടു 12 അല്ലേ? ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് റേസ് ടു 1/12 ആയി. റേസ് ടു 1/12 ആയി, ഈക്വൽ ടു 1 + R എന്ന് വരും. R എന്തായിരിക്കും? R is equal to ഈ 1നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ 1.12 റേസ് ടു 1/12 - 1 എന്നുള്ള രീതിയിൽ വരും. 1.12 റേസ് ടു 1/12 - 1. അപ്പോൾ സബ് പീരിയഡിലെ റേറ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 1.12 റേസ് ടു 1/12 -1 എത്ര വരും? 0.00948 95. ഓക്കെ, ഇത്ര വരും. അതിനെ നോക്കുന്ന സമയത്ത്, പെർസെൻറ്റേജ് ആക്കുന്ന സമയത്ത് ഒരു എത്രയാ? 0.95% വരും. 0.95% അല്ലെങ്കിൽ ഇത്. അപ്പൊ സബ് പീരിയഡിലെ റേറ്റ് ഇതാണ്. സബ് പീരിയഡിലെ റേറ്റ് എത്രയാ? 0.95% അല്ലെങ്കിൽ 0.0095 എന്ന് വരും. ഇതാണ് മന്ത്ലി റേറ്റ്. ഇതാണ് മന്ത്ലി റേറ്റ് വരുന്നത്. ഇതാണ് മന്ത്ലി ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഏതിനെയാ? ഓരോ മാസം കഴിഞ്ഞിട്ടുള്ള, നമ്മുടെ ഇവിടെ കൺസിഡർ ചെയ്യുന്ന പീരീഡ് എന്താ? ഓരോ മാസം കഴിഞ്ഞിട്ടുള്ള വാല്യൂവിന്റെ പ്രസന്റ് വാല്യൂ കാണേണ്ടത്. അപ്പൊ അതിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓരോ മാസം കഴിഞ്ഞിട്ടുള്ള വാല്യൂന്ന് ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രസന്റ് വാല്യൂസ് കറക്റ്റ് ആവുന്നില്ല. പ്രസന്റ് വാല്യൂസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ മാസം കഴിഞ്ഞിട്ടുള്ള വാല്യൂന്ന് ഓരോ മാസത്തെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റാ. ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് 12, അതിനൊരു മാസത്തേക്ക് ആക്കണം. നോർമലി നമ്മൾ ഒരു മാസത്തേക്ക് ആക്കുന്ന സമയത്ത് /12 ചെയ്തിട്ട് 1% എടുക്കുമ്പോൾ എന്താ പ്രശ്നം? ആ 1% എടുക്കാൻ പറ്റില്ല. 1% പിന്നെ ആനുവൽ റേറ്റ് ആക്കുമ്പോൾ 12നേക്കാൾ കൂടുതൽ വരുന്നുണ്ട്.
ഒരു വർഷത്തെ റേറ്റ് 12 വരുന്ന രീതിയിൽ ആനുവൽ മന്ത്ലി റേറ്റ് കണ്ടുപിടിക്കണം. ഒരു വർഷത്തെ റേറ്റ് 12 വരുന്ന രീതിയിൽ മന്ത്ലി റേറ്റ് എത്രയാണ്? 0.95% ആണ്. 0.95നെ നിങ്ങൾ ആനുവൽ റേറ്റ് ആക്കുകയാണെങ്കിൽ 12 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ക്യാഷ് ഫ്ലോസ് ഞാനിവിടെ എഴുതുവാണ്. എങ്ങനെയായിരുന്നു ക്യാഷ് ഫ്ലോസ്? നൗ 75, പിന്നെ മന്ത് 1, മന്ത് 2, മന്ത് 3, മന്ത് 4, മന്ത് 5, അങ്ങനെ 5 മാസം 45, 45, 45, 45, 45. ഇതിൻ്റെയൊക്കെ പ്രസന്റ് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ഫ്യൂച്ചർ വാല്യൂസിലാണ്. ഇതിൻ്റെയൊക്കെ പ്രസന്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താ? നൗ എന്ന് പറയുമ്പോൾ അതിൻ്റെത് 1 തന്നെയാണ്. ഇവിടെ വരുന്നത് 1 ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാ? ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടുള്ള 12% എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഒരു വർഷം അല്ല, ഓരോ വർഷം ഇടവിട്ടിട്ടുള്ള ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അല്ല, ഓരോ മാസം ഇടവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മാസം മന്ത്ലി ഡിസ്കൗണ്ടിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്ലി ഡിസ്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് വേണം. മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0.95% അല്ലെങ്കിൽ എന്താണ്? 0.0095. അതാണ് ഇവിടുത്തെ R. ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്. ഈ 0.0095 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പൊ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് എത്ര വരും? ഡിവൈഡ് ബൈ 1 പ്ലസ് 0095 റേസ് ടു 1. ഇവിടെ 1 ഡിവൈഡ് ബൈ 1.0095 റേസ് ടു 2. ഇവിടെ 1 ഡിവൈഡ് ബൈ 1.0095 റേസ് ടു 3. 1 ഡിവൈഡ് ബൈ 1.0095 റേസ് ടു 4. ഡിവൈഡ് ബൈ 1.0095 റേസ് ടു 5. ഇത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ള ആൾക്കാരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതിന്റെ വാല്യൂസ് 1 ഡിവൈഡ് ബൈ 1.0095 എന്ന് കൊടുക്കുക. 1 ഡിവൈഡ് ബൈ 1.0095 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് വാല്യൂ കിട്ടും. ഫസ്റ്റ് വാല്യൂ എത്രയാ? ഫസ്റ്റിലെ വാല്യൂ വരുന്നത് എത്രയാണ്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.95% ചെയ്യുമ്പോൾ 0.991 വരും. 991 വരും. ഇവിടെ വരുന്നത് ഇനി വീണ്ടും ഒരു ഡിവൈഡഡ് ബൈ 1.0095 ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കിട്ടും 0.981. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നോർമൽ കാൽക്കുലേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സയന്റിഫിക്കോ ഏതോ ഉണ്ടെങ്കിൽ ഈക്വൽ ടു എന്ന് പ്രസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും 1.0095 ചെയ്യാണ്. അപ്പോൾ 0.972 വരും. വീണ്ടും ഡിവൈഡ് ബൈ 1.0095 ചെയ്യുന്ന സമയത്ത് 0.963 വരും. വീണ്ടും 1 ഡിവൈഡ് ബൈ 0095 ചെയ്യുന്ന സമയത്ത് 0.954 വരും. അങ്ങനെ നമുക്ക് ആ 4 മാസത്തെയും, വർഷത്തെ എന്ന് പറയാൻ പറ്റില്ല, 5 മാസത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് കിട്ടി. അപ്പോൾ ഇത് ആനുറ്റി കൺസെപ്റ്റിലും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് നോർമലി ചെയ്തോളൂ, എല്ലാ വർഷവും സെയിം അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രസന്റ് വാല്യൂസ് വരുന്നത് ഇത് 75. ഫസ്റ്റ് 45ന്റെ പ്രസന്റ് വാല്യൂ വരുന്നത് 45 ഇൻറ്റു 0.991 എത്രയാ? ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. എനിക്കിങ്ങനെ സെപ്പറേറ്റ് വേണ്ടല്ലോ. ഇതെല്ലാം കൂടെ ഞാൻ കണ്ടിട്ട്, ഇതെല്ലാം കൂടെ സെപ്പറേറ്റ്ലി കണ്ട് അതെല്ലാം കൂടെ പ്ലസ് ചെയ്യാം. നമുക്ക് ടോട്ടൽ അല്ലേ വേണ്ടേ? അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കുകയാണ്. ആ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? 45, ഫസ്റ്റ് 45 ഇൻറ്റു 0.991 പ്ലസ് രണ്ടാമത്തെ 45 ഇൻറ്റു, അല്ലെങ്കിൽ ആ 45 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ 45 ഇൻറ്റു ബ്രാക്കറ്റ് ആ ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ സം എടുത്താൽ മതി. 0.991 പ്ലസ്, അല്ല എല്ലാം 45 കോമൺ അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും 45 ടൈപ്പ് ചെയ്യുന്നില്ല. 45 പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതിന്റെ സം എടുക്കാം. 0.991 പ്ലസ് 0.981 പ്ലസ് 0.972 പ്ലസ് 0.963 പ്ലസ് 0.954 എത്രയാ? 218 വരും. ഓക്കെ, എത്ര വരുന്നത്? ഇത്രയും ക്യാഷ് ഫ്ലോസിന്റെ
5 മാസത്തെ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എത്ര വരുന്നത്? 218745 വരും. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നുള്ളൂ? +75 എത്ര വരുന്നുള്ളൂ? ടോട്ടൽ ഈ ഒരു സ്കീമാണെങ്കിൽ നമ്മൾ ആ 3 ലക്ഷം കൊടുക്കാനുള്ള ആ സപ്ലയർക്ക് നമ്മൾ പറയുന്ന സ്കീം എന്താ? ഇന്ന് 75, പിന്നെ 5 മാസം കൊണ്ട് 45 വെച്ചിട്ട് ഞാൻ ആ 3 ലക്ഷം തിരിച്ചു തന്നോളാം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രസന്റ് വാല്യൂല് നോക്കുന്ന സമയത്ത് എത്ര വരുന്നുള്ളൂ? 293,745 വരുന്നുള്ളൂ. അതായത് ആ ഒരു 3 ലക്ഷമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 3 ലക്ഷമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6,255 എനിക്ക് എന്താണ്? ലാഭമാണ്. 6,255 സേവിങ്സ് ആണ്. 6,255 ഒരു സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, 6,255 സേവിങ്സ്. 3 ലക്ഷം കൊടുക്കേണ്ടടുത്ത് പ്രസന്റ് വാല്യൂല് നോക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ 3 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ഇന്ന് 3 ലക്ഷം ഞാൻ കൊടുക്കണമായിരുന്നു. അതിന് പകരം എനിക്ക് 5 മാസത്തെ ടൈം കിട്ടിയില്ലേ? 5 മാസത്തെ ടൈം കിട്ടിയത് ഞാൻ മന്ത്ലി എനിക്ക് വരുന്ന ആ ഒരു ഫൈനാൻസ് കോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് വാല്യൂ ആക്കിയപ്പോൾ എനിക്ക് എത്ര വരുന്നുള്ളൂ? 293,747 അങ്ങനെ വരുന്നുള്ളൂ. ഏകദേശം ഒരു എന്താണ്, ഇപ്പൊ 293.7 ആണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 6,255. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെ എഴുതാൻ പറഞ്ഞത്? ടു നിയറസ്റ്റ് തൗസൻഡ്സിലേക്കാണ്. ടു നിയറസ്റ്റ് തൗസൻഡ്സിലേക്ക് എഴുതുകയാണെങ്കിൽ 6,255നെ 6,300 എന്നുള്ള രീതിയിൽ എഴുതും. എനിക്ക് 6,300ന്റെ സേവിങ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, കമ്പനി സേവ് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിൽ കമ്പനി സേവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ പ്രസന്റ് വാല്യൂയുടെ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ആ ഒരു പ്രസന്റ് വാല്യൂയുടെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ആയത്, അല്ലേ? ഇവിടെ ഒരു 3 ലക്ഷം കൊടുക്കാനുള്ളത് ഈ രീതിയിൽ കൊടുക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ എഫക്റ്റീവ്ലി എത്രയാണ് നമുക്ക് പ്രസന്റ് വാല്യൂയിൽ കൊടുക്കേണ്ടി വരുന്നത്, നോർമലി എത്ര കൊടുക്കണം, അതിനുള്ള സേവിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ എന്ത് വന്നു? നോർമലി നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചത് ഓരോ വർഷം കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ ആയിരുന്നു. അപ്പോൾ ഒരു വർഷത്തെ ആനുവൽ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ ആനുവൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടുള്ള 12% യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു മാസത്തെ റേറ്റ് കണ്ടുപിടിക്കണം. ആ ഒരു മാസത്തെ റേറ്റ് തന്നെ നോർമലി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ EAR, എഫക്റ്റീവ് ആനുവൽ റേറ്റിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് സബ് പീരിയഡിലെ റേറ്റ് കണ്ടുപിടിച്ചിട്ട് എഫക്റ്റീവ് ആനുവൽ റേറ്റ് എന്നിട്ട് സബ് പീരിയഡിലെ റേറ്റ് കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാസത്തെ റേറ്റ് കണ്ടുപിടിച്ച് ആ ഒരു മാസത്തെ റേറ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു സെക്ഷൻ ബി ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം? നിങ്ങൾ ഇതിൽ നോർമൽ അല്ലാത്ത കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് എക്സ്ട്രാ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ ഇത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി ക്യാൻ മേക്ക് ഡിസിഷൻസ് ദാറ്റ് അഫക്ട് ഇറ്റ്സ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഡിസിഷൻ എടുക്കും. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഒക്കെ അല്ലേ ഇത്? എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ദിസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എയ്തർ ആസ് അഗ്രസീവ് ഓർ കൺസർവേറ്റീവ്. നമുക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ അഗ്രസീവ് ഉണ്ട്, കൺസർവേറ്റീവ് ഉണ്ട്. ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൺസർവേറ്റീവ് പോളിസി. ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലെസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അഗ്രസീവ് പോളിസി. ഇവിടെ റെലവൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പോളിസി പറയുന്നുണ്ട്, അത് അഗ്രസീവ് ആണോ കൺസർവേറ്റീവ് ആണെന്നാണ്. ഫസ്റ്റ് വൺ, ഹോൾഡിംഗ് ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി. നമ്മൾ ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നു. എന്തിനാ? കസ്റ്റമേഴ്സിനുള്ള ലീഡ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമേഴ്സിന് ലോങ് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി നമ്മൾ ലീഡ് ടൈം പറഞ്ഞിട്ടുള്ളത് നമ്മൾ സപ്ലയർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് സപ്ലയർ ഇങ്ങോട്ടേക്ക് ഡെലിവറി എടുക്കുന്ന ടൈമാണ്. ഇതേ ലീഡ് ടൈം എന്താണ്? കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്തു, നമ്മൾ അയാൾക്ക് എത്ര ടൈം കൊണ്ടാണ് കൊടുക്കുന്നത്, കസ്റ്റമർ ലീഡ് ടൈം എന്ന് പറയും. ഇത് ഒരുപാട് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ മോർ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നു. കാരണം കസ്റ്റമേഴ്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ കൊടുക്കാൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മോർ ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നു പറയുമ്പോൾ ഏത് അപ്രോച്ച് ആണ്? അഗ്രസീവ് ആണോ കൺസർവേറ്റീവ് ആണോ? കൺസർവേറ്റീവ് ആണ്. ഇതിന്റെ ആൻസറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന്റെ റിവിഷൻ കിറ്റ് ആൻസർ നോക്കുന്ന സമയത്ത് ഇവിടെ അഗ്രസീവ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക. ഇവിടെ നോക്കണ്ട, തെറ്റാണ്. ഏതാണ്? നമ്മൾ പഠിച്ച പ്രകാരം മോർ ഇൻവെസ്റ്റ്മെന്റ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? കൺസർവേറ്റീവ് അപ്രോച്ച്. ഇനി ഡിലേ പേയിങ് ക്രെഡിറ്റേഴ്സ്. നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സപ്ലയേഴ്സ്, അവർക്കുള്ള പേയ്മെന്റ് ഡിലേ ചെയ്യുന്നു. ഇത് പേയബിൾസ് കൂടുതൽ എടുക്കുന്നതാണ്. ഇവിടെ പേയബിൾസ് കൂടുന്നു. ഈ പേയബിൾസ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് സംഭവിക്കുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്
നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റിയാണ്. അതായത് പേയബിൾസ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഈ കറണ്ട് ലൈബിലിറ്റി കൂടും. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി കൂടിയിട്ടുള്ള നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താകും? കുറയും. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറയാണ്. പേയബിൾസ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? കുറയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നത് എന്താണ്? അഗ്രസീവ് ആണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നത് അഗ്രസീവ് ആണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ടൈം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഒരു 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് അത്രയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.